അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഇന്ന് വെള്ളിയാഴ്ച ദിനമാണ്. വെള്ളിയാഴ്ച ദിവസം കൂടുതലായി നാം അധികരിപ്പിക്കേണ്ട ഒരു സൽക്കർമ്മം അത് സ്വലാത്താണ്. മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെയും സൂചിപ്പിച്ചതാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വെള്ളിയാഴ്ച ദിവസം അവന്റെ അടിമകൾ ചെയ്യുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. ഒറ്റ സ്വലാത്തിന്റെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പറയുന്നു, വെള്ളിയാഴ്ച ദിവസം ഒരാൾ 100 സ്വലാത്ത് ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ 100ഓളം ആവശ്യങ്ങൾ അല്ലാഹു തആല കൂട്ടിക്കൊടുക്കും, അല്ലാഹു നിറവേറ്റിക്കൊടുക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചതാണ്. എന്നാല് ഒരു സ്വലാത്ത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. ഈ ഒരു സ്വലാത്ത് ചൊല്ലേണ്ട സമയം വെള്ളിയാഴ്ച ദിവസം അസ്വർ നിസ്കാരത്തിന് ശേഷം ഇരുന്ന ആ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായി ഈ ഒരു സ്വലാത്ത് 80 തവണ വീതം ഒരാൾക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ മഹാന്മാർ പറയുന്നു, ഗുഫിറത് ലഹു ദുനൂബുഹു 80 അമൻ വകുതിബത് ലഹു ഇബാദത്തു 80 സന. ഒരാൾ ഈ ഒരു സ്വലാത്ത് പറയാൻ പോകുന്ന ഒരു സ്വലാത്ത് 80 തവണ വെള്ളിയാഴ്ച ദിവസം അസ്ർ നിസ്കാരത്തിന്റെ ശേഷം ആ ഇരുത്തത്തിൽ എഴുന്നേൽക്കുന്നതിന് മുമ്പായി ചൊല്ലാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ 80ഓളം വർഷങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല അഫൂ ചെയ്തു കൊടുക്കുകയാണ്, അല്ലാഹു മായ്ച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ 80 വർഷങ്ങളുടെ ഇബാദത്തുകൾ അല്ലാഹു അവന്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുകയാണ്. നാം 80 വർഷം ജീവിക്കുമോ ഇല്ല, നമുക്കൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല, ഒരു ഐഡിയ ഇല്ല. എന്നാൽ 80 വർഷം ജീവിച്ചാൽ ആ ഒരു 80 വർഷം നാം ചെയ്യുന്ന ആരാധനകൾ ഒരു വർഷത്തിന്റെ ഇബാദത്ത് വേണ്ട, ഒരു ദിനത്തിന്റെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിച്ചോ ഇല്ല എന്ന് പറയാൻ നമുക്ക് ഒരു ഉറപ്പില്ല. കാരണം നിസ്കാരത്തിൽ കൈകെട്ടിയാൽ എന്തെല്ലാം ചിന്തിക്കുന്നവരാണ്. പൂർണ്ണമായി ഇഖ്ലാസോടുകൂടെ നിസ്കരിച്ച നിസ്കാരമാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ. എന്നാൽ അത്തരത്തിലുള്ള പോരായ്മകളുള്ള അത്തരത്തിൽ ഒരു നിലക്കും ചിന്തിച്ചാൽ സ്വീകരിക്കാൻ സാധ്യതയില്ലാത്ത നിസ്കാരമാണ് നമ്മുടെ നിസ്കാരം. അപ്പോൾ 80ഓളം വർഷങ്ങളുടെ ഇബാദത്തുകൾ അള്ളാഹു തആല കൊണ്ട് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്രയും അത്ഭുതമാണ്. മഹാന്മാർ അവരുടെ ജീവിതത്തിൽ ഒരു നാൾ അവരുടെ ഇബാദത്തുകൾ അള്ളാഹു ഏത് രൂപത്തിൽ സ്വീകരിക്കും, അവരുടെ ഓരോ നാൾ എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള 80 വർഷങ്ങളുടെ ഇബാദത്തുകൾ നമ്മുടെ കൊണ്ട് അല്ലാഹു രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഓരോ മുഅ്മിനീങ്ങൾ നഷ്ടപ്പെടുത്താതെ അസ്ർ നിസ്കാരത്തിന് ശേഷം ഇരുത്തത്തിൽ എഴുന്നേൽക്കുന്നതിന് മുമ്പായി ഒരു സ്വലാത്ത് ചൊല്ലണം. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മിയി വഅലാ ആലിഹി വസല്ലിം തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മിയി വഅലാ ആലിഹി വസല്ലിം തസ്ലീമാ. ഈ ഒരു സ്വലാത്താണ് എല്ലാവരും പതിവാക്കണം. എല്ലാ വെള്ളിയാഴ്ച ചൊല്ലാൻ ശ്രമിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ.